നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ ഫിഗർ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ചെറിയ രീതിയിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഓഗസ്റ്റ് മാസത്തിൽ കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വന്നിരിക്കുന്നത്. 2.07% ഇന്ത്യയിലെ ഓഗസ്റ്റ് മാസത്തെ ഇൻഫ്ലേഷൻ കൂടിയിരിക്കുന്നു. ജൂലൈ മാസത്തിൽ അത് 1.61%. അതാണിപ്പോൾ 2.07% കൂടിയിരിക്കുന്നത്. മറ്റൊന്ന്, നഗരപ്രദേശത്തെ പണപ്പെരുപ്പം ഗ്രാമപ്രദേശത്തെ പണപ്പെരുപ്പത്തേക്കാൾ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. നഗരപ്രദേശത്തിൽ വിലക്കയറ്റം കൂടിയിരിക്കുന്നു. നഗരപ്രദേശത്തുകൾ വീണ്ടും സാധനങ്ങൾ വില കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്ന മറ്റൊരു ഡയറക്ഷൻ. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഐറ്റമായിട്ടുള്ള ഫുഡ് ഇൻഫ്ലേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ഐറ്റമായിട്ടുള്ള ഫുഡ് ഐറ്റംസിൽ കുറവായിരുന്നു ഓഗസ്റ്റിൽ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇൻഫ്ലേഷൻ നേരിയ തോതിലെങ്കിലും വർദ്ധിച്ചിരിക്കുന്നത്. കാരണം പ്രധാനപ്പെട്ട മറ്റ് കോമ്പോണൻസുകളെ എടുക്കുന്ന സമയത്ത് മറ്റുള്ളവർക്കൊക്കെ തന്നെ ഇത് കൂടിയിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ വില 11.6% കുറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഈ ധാന്യങ്ങളും പൾസസൊക്കെ തന്നെ ഏകദേശം 12.27% കുറവാണ്. പൾസസിൽ 13.04% വർധനവ് വന്നിട്ടുണ്ട്. മിൽക്ക് 2.8% വർധനവാണ് വന്നിരിക്കുന്നത്. ഏതായാലും GST ഇപ്പോൾ കുറച്ചിരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ വരണമെങ്കിൽ ഒക്ടോബറെങ്കിലും ആകും. അതിൻ്റെ ഫലമായിട്ട് ഏകദേശം ഒരു 90 ബേസിസ് പോയിൻറ്റിൻ്റെയെങ്കിലും കുറവ് ഇൻഫ്ലേഷനിൽ കാണും എന്നുള്ളതാണ് ഇപ്പോൾ വിദഗ്ധർ വിലയിരുത്തുന്നത്. ഏതായാലും അതിന് വേണ്ടിയിട്ട് നമ്മൾ 1-2 മാസം കൂടി കാത്തിരിക്കേണ്ടി വരും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ വീണ്ടും ഭാഗികമായിട്ടൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ടാക്സ് കളക്ഷൻ കുറയാനുള്ള സാധ്യതയാണ് ഇൻഫ്ലേഷൻ കൂടുമ്പോഴെപ്പോഴും ഗവൺമെൻറ് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. മറ്റൊന്ന്, GST കുറച്ചിരിക്കുന്നു. 4% എന്ന് പറയുന്ന RBIയുടെ ടാർഗറ്റിന് പുറത്താണ് ഇപ്പോഴും, അല്ലെങ്കിൽ അതിനുള്ളിലാണ് ഇപ്പോഴും ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നത്. 4%. 2026 ഇൻഫ്ലേഷൻ RBI എസ്റ്റിമേഷൻ 3.1%. 3.7% ആദ്യം ടാർഗറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ 3.1% കുറച്ചിട്ടുണ്ട്. ഏതായാലും അതിന് താഴെയാണ് ഇപ്പോഴും ഉള്ളത്. CPI ഇൻഫ്ലേഷൻ 4% ആണ് ടാർഗറ്റ്. ഇപ്പോഴും അതിന് താഴെ നിൽക്കുന്നത് ഒരു റേറ്റ് കട്ട് അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗിൽ RBI ഉണ്ടാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. പ്രത്യേകിച്ചും GST ഇമ്പാക്റ്റ് വരുന്നു. അതുപോലെ തന്നെ പേഴ്സണൽ ഇൻകം ടാക്സിൽ റിഡക്ഷൻ കൊടുത്തിരുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കൺസംഷൻ ബൂസ്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റേറ്റ് കട്ട് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ സാധിക്കില്ല. അതുപോലെ ഡിഫ്ലേഷൻ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈയിൽ 1.68 ആയിരുന്നത് ഇപ്പോൾ കുറഞ്ഞതിപ്പോൾ 0.65% കുറഞ്ഞിട്ടുണ്ട്. 2026 ഇൻഫ്ലേഷൻ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അതേപോലെ $11 ബില്യൺ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത 3 വർഷത്തേക്ക്. കപ്പാസിറ്റി എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ കൂടിയിട്ട് വലിയ രീതിയിൽ $11 ബില്യൺ പദ്ധതികളാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ആ പണവും കൂടി ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കുറച്ചുകൂടി നിജസ്ഥിതിയിലേക്ക് മെച്ചപ്പെടാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഏതായാലും FMCG